ആ മോനട്ടാ, ചുരുപത്രം ഞാൻ ബാഗി വെച്ചിട്ടുണ്ടേ. എനിക്കും ഇറങ്ങാൻ നേരമായി. 10 മണിക്ക് എനിക്ക് ഓഫീസിലെത്തിയേ പറ്റൂ. 10:30 മുനിസിപ്പൽ കോടതിയുടെ കേസുണ്ട്. പറഞ്ഞു വരുമ്പോ നിനക്ക് എന്നും കേസുണ്ട്. മുനിസിപ്പൽ കോടതി കേസ്, മജിസ്ട്രേറ്റ് കോടതി കേസ്, സബ് കോടതി കേസ്. ഈ കേസൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടും നിന്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ. കേസിന്റെ ഫീസ് കിട്ടുന്നത് കേസ് കഴിയുമ്പോഴാണ് മോഹനേട്ടാ. മോഹനേട്ടാ നോക്കൂ, ഇപ്പൊ ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ ഒരു 5-6 എണ്ണം അടുത്ത ആഴ്ച വിധിയാവും. അത് കഴിഞ്ഞാൽ എന്റെ കയ്യിലെ കാശിന്റെ പെരുന്നാളായിരിക്കും പെരുന്നാള്. ഇത്തരം സ്വപ്നങ്ങൾ നീ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ? സ്വപ്നം കണ്ട് നീ മടുത്തില്ലെങ്കിലും നിന്റെ സ്വപ്നങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു. അയ്യോടാ, അങ്ങനെയാണെങ്കിൽ മോഹനേട്ടന്റെ ദിവാസ്വപ്നങ്ങളുടെ കഥയോ? ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാരാവും, കളക്ടറാകും, ചിലപ്പോ റവന്യൂ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി ആവും എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ മോഹനേട്ടാ? ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറി ആവുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കളക്ടർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നീ കണ്ടോ? മോഹനേട്ടന്റെ കളക്ടർ ആവാമെന്ന് സ്വപ്നം കാണാമെങ്കിൽ ഞാൻ വാദിക്കുന്ന കേസുകൾ അടുത്ത ആഴ്ച വിധി വരുമെന്നുള്ള പച്ചയായ സത്യം എനിക്കും പറയാം. ബാക്കി അല്ല വേണ്ട, അടുത്ത ആഴ്ച പറയാം. ഹലോ ഭാമി, ഞാനാ വിദ്യ. എന്തായി? അംബുജക്ഷൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താ വേണ്ടത്? അത് പിന്നെ എന്നോട് ചോദിക്കണോ വിദ്യ? നമ്മൾ പറഞ്ഞതുപോലെ അയാളെ ഒന്ന് പഠിപ്പിക്കേ. ഒരു കുഴപ്പം വരരുത്, മൊഴി ശരിക്കും പഠിപ്പിക്കണം. പിന്നെ ഒരു കാര്യം, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടെ അയാളോട് വരാൻ പറ. ഇപ്പൊ അയാളെ മൊഴി ശരിക്കും പഠിപ്പിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് എഴുതി കൊടുത്തു വിടണം. വീട്ടിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് വന്ന് എന്നെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കാൻ പറ. നീ എപ്പോ വരും? ഞാൻ 10 മണിയാകുമ്പോഴേക്കും വരും. പക്ഷേ രാവിലെ മുനിസിപ്പൽ കോടതി ഒരു കേസുണ്ട്, അതുകൊണ്ട് അയാളോട് ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞാൽ മതി. ശരി. ഭാമേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഏതോ ഒരു കേസിലെ സാക്ഷി ഇപ്പൊ വക്കീലാഫീസിലുണ്ടെന്നും അയാൾക്ക് കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ വിദ്യാലക്ഷ്മിയും സത്യപാലനും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം കണ്ടയാൾ, തെളിവിനായി അയാളെ കോടതിയിൽ വിളിച്ചു വരുത്തി കണ്ടതെന്താണ് എന്ന് ചോദിക്കും. അയാൾ അതിന് മറുപടി പറയും. അങ്ങനെയല്ലേ? അയാൾ കണ്ടതെന്താണ് എന്ന് അയാൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? കോടതി എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസ് പോലെ അല്ല. കോടതിയിലെ കാര്യങ്ങൾ പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്, അതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ അയാളെ പഠിപ്പിക്കുന്നത് കള്ളമാണ്. അയാൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കേസിൽ തോറ്റു. അപ്പോ കള്ളസാക്ഷി ഉണ്ടാക്കി നിങ്ങൾ കേസ് ജയിക്കാൻ നോക്കുന്നു. ചിലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇപ്പത്തെ കേസ് എന്താണെന്നറിയാമോ? സദാശിവൻ എന്നൊരാൾ ജോണിക്കുട്ടി എന്നൊരാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തു. ജോണിക്കുട്ടി ഒപ്പിട്ട ചെക്ക് ഒരു ഈടായിട്ട് വാങ്ങുകയും ചെയ്തു. പക്ഷെ ജോണിക്കുട്ടി സമയത്ത് പൈസ കൊടുത്തില്ല. ചെക്ക് മടങ്ങിയ ചെക്ക് മാത്രം വെച്ച് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് ജയിക്കണമെന്നില്ല. അതുകൊണ്ട് സദാശിവൻ ചേട്ടന് വേണ്ടി ഒരു സാക്ഷി ഉണ്ടാക്കുന്നു. എല്ലാ വക്കീലമാരും ഇതൊക്കെ ചെയ്യാറുള്ളതാ. ആര് ചെയ്താലും അത് തെറ്റാണ്. ജോണിക്കുട്ടി കാശ് വാങ്ങിന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നീ ചെയ്യുന്ന എന്താണ്? ഒരു കേസ് ജയിക്കാനായി ഏതോ ഒരു മനുഷ്യനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നു. കള്ളം പറയുന്ന അയാളും കള്ളം പറയിപ്പിക്കുന്ന നീയും ഒരേപോലെ തെറ്റ് ചെയ്യുന്നു. പണ്ട് മഹാഭാരത യുദ്ധം നടന്നപ്പോ അശുദ്ധാത്മാവ് മരിച്ചുപോയി എന്ന് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ കൊണ്ട് കള്ളം പറയിച്ചിട്ടുണ്ട്. മോഹനേട്ടൻ പറഞ്ഞ കണക്കിന് 2 പേരും തെറ്റുകാരല്ലേ? അല്ലേ? അത് യുദ്ധം ജയിക്കാൻ വേണ്ടിയല്ലേ? അതെ, അത് യുദ്ധം ജയിക്കാൻ, ഇത് കേസ് ജയിക്കാൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ചേട്ടാ, ഈ കേസിൽ നമ്മുടെ കക്ഷി സദാശിവൻ ചേട്ടനാണ്. സദാശിവൻ ചേട്ടൻ ജോണിക്കുട്ടിക്ക് 2 ലക്ഷം രൂപ കൊടുത്തതിന് ചേട്ടൻ സാക്ഷിയാണ്. ഞാൻ കണ്ടില്ല. ചേട്ടൻ കണ്ടില്ല, പക്ഷെ കണ്ടെന്ന് അങ്ങ് കോടതിയിൽ പറയണം. അതിനാണല്ലോ സദാശിവൻ ചേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ചേട്ടാ, സദാശിവൻ ചേട്ടൻ ജോണിക്കുട്ടിക്ക് പൈസ കൊടുത്തു എന്നുള്ളത് നേരല്ലേ? അതെ.
പക്ഷേ സദാശിവൻ ചേട്ടന്റെ കഷ്ടകാലത്തിന് എഗ്രിമെന്റ് എഴുതിയതുമില്ല. ആകെയുള്ളത് ഒരു ചെക്ക. ചെക്ക് മാത്രം കൊണ്ട് കോടതിയിൽ കേസ് നിൽക്കില്ല. അതാ കുഴപ്പം. അതിന് കോടതി വിശ്വസിക്കുന്ന സാക്ഷി വേണം. അംബുജാക്ഷൻ ചേട്ടനാണെങ്കിൽ റബ്ബർ കട നടത്തുകയാണ്. ആ റബ്ബർ കടയിൽ വെച്ച് സദാശിവൻ ചേട്ടൻ ജോണിക്കുട്ടിക്ക് കാശ് കടം കൊടുത്തു എന്ന് പറഞ്ഞാ മതി. എനിക്ക് പ്രശ്നമൊന്നും വരില്ല അല്ലേ? എന്ത് പ്രശ്നം? സദാശിവൻ ചേട്ടന് എത്രയോ തവണ ചേട്ടന് കാശ് കടം തന്നിരിക്കുന്നു. അതിന് നന്ദി കാണിക്കാനുള്ള അവസരമാ ചേട്ടൻ ഇപ്പൊ കിട്ടിയത്. മനസ്സിലായോ? അപ്പോ ഞാനിനി എന്താ പറയേണ്ടത്? ആ, ചേട്ടന്റെ കടയിൽ സദാശിവൻ ചേട്ടൻ വരുന്നു. റബ്ബർ ഷീറ്റ് ചേട്ടന് വിറ്റതിന്റെ പൈസ വാങ്ങാനായിട്ട് ചേട്ടൻ പൈസ എണ്ണി തിട്ടപ്പെടുത്തി സദാശിവൻ ചേട്ടന് കൊടുക്കുന്നു. സദാശിവൻ ചേട്ടൻ ജോണിക്കുട്ടിയെ ഫോൺ ചെയ്ത് വരുത്തി ചേട്ടന്റെ മുമ്പിൽ വെച്ച് പൈസ കൊടുക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ മതിയല്ലേ? മതി. സദാശിവൻ ചേട്ടന് കാശ് കൊടുത്തതിന്റെ രേഖ ചേട്ടന്റെ കടയിലുണ്ട്. അതുകൊണ്ട് അത് കോടതി വിശ്വസിക്കും. പിന്നെ ജോണിക്കുട്ടി ഒപ്പിട്ടൊരു ചെക്കുണ്ടല്ലോ. അപ്പോ ഇത്രേ ഉള്ളൂ പ്രശ്നം. വേറെയും ഉണ്ട് പ്രശ്നം. ഏതൊക്കെ നോട്ടുകളാ കൊടുത്തതെന്ന് വക്കീൽ ചോദിക്കും. അപ്പോ പറയണം 1000ന്റെ 2 കെട്ട് നോട്ടാണെന്ന്. അതിനിപ്പോ 1000ന്റെ നോട്ടില്ലല്ലോ. എന്റെ അംബുജാക്ഷൻ ചേട്ടാ, കാശ് കൊടുത്തത് 1 കൊല്ലം മുമ്പല്ലേ? അന്ന് 1000ന്റെ നോട്ട് ഉണ്ടായിരുന്നല്ലോ. അത് ശരിയാ. അപ്പോ ഈ വിവരങ്ങളൊക്കെ ഒരു കടലാസിൽ എഴുതി തന്നുവിടാം. വീട്ടിൽ പോയി എല്ലാം ശരിക്ക് പഠിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വരണം. അതെന്തിനാ? കേസ് വാദിക്കുന്നത് സത്യഭാമ വക്കീല. അവരുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ചേട്ടൻ ഒന്നുകൂടെ പറയണം. കോടതി കയറിന്ന് ബബ്ബാന്ന് പറഞ്ഞാലേ കേസ് തോക്കേ. എന്നോട് പറയുന്നതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ കാർത്തിക സാർ രാവിലെ വിളിച്ചിരുന്നു. വക്കീലിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, എപ്പോഴാണ് സമയം കിട്ടുക എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഇന്നത്തെ കാര്യം കുറച്ച് പ്രയാസമായിരിക്കും ഉത്തമ. രാവിലെ കോടതി കേസുണ്ട്. ഉച്ച കഴിഞ്ഞാണ് വേറൊരു കേസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും വക്കീല്? സംഗതി അത്യാവശ്യമാണെന്നാണ് കാർത്തിക സാർ പറഞ്ഞത്. ഇന്നിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ മിനിങ്ങാന്ന് വേണമെങ്കിൽ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പാണ് കാർത്തിക സാറോട്ട് വിളിച്ചതുമില്ല. ഇനിയിപ്പോ എന്തായാലും നാളെ നടക്കുന്ന തോന്നുന്നേ. ശരി, വക്കീലെ സമയമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ? ഞാൻ ഈ വിവരം കാർത്തിക സാറിനോട് പറയാം. അയ്യോ, നമസ്കാരം. നമസ്കാരം. കാർത്തികേയൻ സാറിന്റെ കേസിൽ ആരാണ് ഉത്തമ കള്ളസാക്ഷി പറയാൻ പോകുന്നത്? കള്ളസാക്ഷിയാ? അതെ. കോടതിയിൽ നേരിട്ട് കേസ് വാദിച്ച് ജയിക്കാൻ പറ്റാത്ത ചില വക്കീലന്മാർ ഭൂലോക കള്ളന്മാരെ കണ്ടുപിടിച്ച് കോടതിയിൽ കൊണ്ടുവന്ന് നട്ടാൽ കുരുക്കാത്ത കള്ളം പറയിപ്പിച്ച് കേസ് ജയിപ്പിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അയ്യോ, കാർത്തിക സാറിന്റെ കാര്യത്തിൽ കള്ളസാക്ഷിയുടെ ആവശ്യമൊന്നും ഇല്ല സാറേ. ആ കേസ് പുഷ്പം പോലെ ജയിക്കും. നമ്മുടെ വക്കീലല്ലേ വാദിക്കുന്നത്. ഈ വക്കീൽ തന്നെ വാദിക്കുന്ന വേറൊരു കേസിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. സ്വന്തം കക്ഷി ജയിപ്പിക്കാൻ തെളിവുകളൊന്നുമില്ല. അപ്പൊ പിന്നെ കള്ളസാക്ഷിയായി. ഇമാതിരി തട്ടിപ്പുകളൊക്കെ നടത്തി കേസ് ജയിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇറങ്ങുന്നു. തോറ്റു. എന്താണ് വക്കീലെ സംഭവം? ഓ, ആ സദാശിവൻ ചേട്ടന്റെ കേസിൽ ഒരു സാക്ഷി വേണം. അതുകൊണ്ട് സദാശിവൻ ചേട്ടൻ തന്നെ ഒരാളെ പറഞ്ഞു വിട്ടു. ആളെ എനിക്കറിയില്ല. അംബുജാക്ഷൻ എന്നാണ് പേര് പറഞ്ഞത്. അയാളുടെ കാര്യം ഞാൻ ഫോണിലൂടെ സംസാരിക്കുന്ന സാറൊന്ന് കേട്ടുപോയി. അപ്പൊ തുടങ്ങി സുഖേടാ. സാറ് ഭയങ്കര സത്യസന്ധനാണല്ലോ, അതാണ് വക്കീലെ പ്രശ്നം. അമ്മ അതിന് സത്യസന്ധത കൊണ്ട് കോടതിയിൽ വന്ന വല്ലത് നടക്കുവോ? അത് സാറിന് അറിഞ്ഞൂടല്ലോ. നിൽക്ക. നിങ്ങൾ എന്താ അവിടെ ചെയ്തത്? എന്ത്? നിങ്ങൾ ഇപ്പോൾ വഴിയിലിരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. മൂത്രം ഒഴിക്കായിരുന്നു. പൊതുസ്ഥലത്തിരുന്ന് മൂത്രമൊഴിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് നിനക്കറിയാമോ? നിങ്ങൾ പോലീസൊന്നും അല്ലല്ലോ. എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി, ഞാനത് ചെയ്തു.
അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും? എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പറ്റി പോലീസിൽ പരാതി കൊടുക്കാം. ഇവിടുത്തെ SI എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നിങ്ങൾക്കെതിരെ കേസുണ്ടാവും, നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയൊരു തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട്. എന്താ പേര്? അംബുജാക്ഷൻ. അംബുജാക്ഷൻ ചേട്ടാ, താങ്കൾ ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട താങ്കൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ശരിയാണോ? ഇതിപ്പോ ആരും കാണുന്നില്ലല്ലോ. ആരും കാണാത്തത് കൊണ്ട് ഒരു തെറ്റ് തെറ്റാകാതിരിക്കുന്നില്ല. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്കൂളിൽ പരിശോധനയ്ക്കായി ഇൻസ്പെക്ടർ വന്ന സമയത്ത് കേട്ടെഴുത്ത് നടത്തി. കെറ്റിൽ എന്ന ഇംഗ്ലീഷ് വാക്ക് ഗാന്ധിജി തെറ്റായി എഴുതി. അദ്ദേഹത്തിന്റെ അധ്യാപകൻ ഇൻസ്പെക്ടർ കാണാതെ ശരിയായ സ്പെല്ലിംഗ് ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ അതെഴുതാൻ മഹാത്മാവ് തയ്യാറായില്ല. മറ്റുള്ളവർ അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഇത്രയും സത്യസന്ധനായിരുന്നത് കൊണ്ടാണ് ഗാന്ധിജി ജനങ്ങളുടെ മുഴുവൻ നേതാവായതും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായതും. നമ്മൾ സത്യം മാത്രം പ്രവർത്തിച്ചാൽ നമുക്ക് നന്മയേ ഉണ്ടാവൂ. ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും ലാഭങ്ങൾക്കുമായി തെറ്റ് ചെയ്യരുത്. ഒരു നല്ല കാര്യത്തിനായി തെറ്റായ വഴി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചപ്പോ ഗാന്ധിജി പറഞ്ഞു, ലക്ഷ്യം പോലെ ശുദ്ധമായിരിക്കണം മാർഗവുമെന്ന്. ഞാനൊരു ഗാന്ധിയനാണ്. സത്യം മാത്രമേ പ്രവർത്തിക്കൂ. അതുകൊണ്ടെന്താ, എന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സത്യത്തിൽ അങ്ങ് ആരാണ്? ഞാൻ ആരാണ് എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് അംബുജാക്ഷൻ ചേട്ടൻ തന്നെ തീരുമാനിക്കും. ഞാൻ വരട്ടെ. ഓ, കാണാം. കേസെന്തായി ഭാമേ? ഓ, എന്താവാൻ, വീണ്ടും മാറ്റിവെച്ചു. പ്രഭാരവക്കലല്ലേ ആള്. എങ്ങനെങ്കിലും കേസ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ആ പാവം കക്ഷി ഒന്ന് പിഴിയണം. കേസ് ബാധിച്ച തോക്കുന്ന് പ്രഭാരവക്കലെന്നാട്ട് അറിയാലോ. അടുത്ത ഡേറ്റ് എന്നാ? അടുത്ത മാസം 21-ന്. അന്നും അവധിക്ക് അപേക്ഷയായിട്ട് വന്നിട്ടുണ്ടെങ്കിലേ പ്രഭാരവക്കലിനെ ഞാൻ വെച്ചിട്ടുണ്ട്. നമസ്കാരം. അംബുജാക്ഷൻ ചേട്ടൻ നേരത്തെ എത്തിയോ? ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്? വീട്ടിൽ പോയിട്ട് വന്നാൽ താമസിക്കും. അതുകൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് നേരിട്ടിങ്ങ് വന്നു. ഉച്ചയ്ക്ക് പോയാൽ വീട്ടിൽ പോയി ഊണ് കഴിക്കാമല്ലോ. കുഴപ്പമില്ല. അംബുജാക്ഷൻ ചേട്ടൻ നേരത്തെ വന്നോണ്ട് എനിക്ക് നേരത്തെ വീട്ടിൽ പോവാല്ലോ. കേസിന്റെ കാര്യങ്ങളെല്ലാം സത്യപോലെ പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു പഠിപ്പിച്ച മൊഴികളൊന്നും തെറ്റരുത്, മാറ്റി പറയുകയും ചെയ്യരുത്. എതിർഭാഗത്തെ വക്കീല് തലനാരിഴ കയറി ചോദ്യം ചോദിക്കും. ഒന്നിനും പേടിക്കരുത്. പറഞ്ഞു തന്ന അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. എന്താ പേര്? എന്റെ പേരറിയില്ലേ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. കോടതി ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അംബുജാക്ഷൻ ചേട്ടൻ ഇപ്പൊ സാക്ഷി കൂട്ടി നിൽക്കുന്നു, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. മനസ്സിലായല്ലോ? എന്താ പേര്? അംബുജാക്ഷൻ. എത്ര വയസ്സുണ്ട്? 45. എന്താണ് ജോലി? റബ്ബർ കട നടത്തുക. എങ്ങനെയാണ് റബ്ബർ കടയിൽ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ടോ? തരക്കെടില്ല. തേക്കൻകാട്ടിലെ സദാശിവൻ എന്ന് പറഞ്ഞ ആളെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? എന്റെ കടയിൽ സ്ഥിരമായി റബ്ബർ വിൽക്കാൻ വരുന്ന ആളാ. 2-2.5 ടൺ റബ്ബറൊക്കെ തരാറുണ്ട്. കുന്നുംപുറത്തെ ജോണിക്കുട്ടി പരിചയമുണ്ടോ? ഉണ്ട്. 2016 ഏപ്രിൽ മാസം 9-ാം തീയതി സദാശിവൻ നിങ്ങളുടെ കടയിൽ വന്നിരുന്നോ? വന്നു. എന്തിന്? റബ്ബർ ഷീറ്റിന്റെ കാശ് വാങ്ങാൻ. എത്ര രൂപ? 2 ലക്ഷം. എന്നിട്ട് നിങ്ങൾ കൊടുത്തോ? കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കാൻ? സദാശിവൻ ചേട്ടൻ പൈസ വാങ്ങി വീട്ടിൽ പോയി. ഇങ്ങനെയല്ല.
അങ്ങനെയല്ലല്ലോ മൊഴി കൊടുക്കേണ്ടത്. ഉഫ്, എന്താ സത്യവാല ഇത്? ഞാൻ പറഞ്ഞു കൊടുത്തതാ സത്യഭാമേ. സദാശിവൻ ചേട്ടൻ പൈസ വാങ്ങിയിട്ട് കടയിൽ വെച്ച് ജോണിക്കുട്ടിയെ വിളിച്ചു. ഇല്ല, സദാശിവൻ ചേട്ടൻ ആരെയും വിളിച്ചിട്ടില്ല. പൈസ കൊണ്ട് പോയി. ചേട്ടാ, അത് സത്യം. പക്ഷേ ആ സത്യം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദാശിവൻ ചേട്ടന് കാശ് കിട്ടില്ല. ജോണിക്കുട്ടി സദാശിവൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങുന്നത് ചേട്ടൻ കണ്ടു. ഞാൻ കണ്ടില്ല. ചേട്ടാ, ചേട്ടനോടെല്ലാം പറഞ്ഞു തന്നല്ലേ? എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കള്ളം പറയില്ല. വക്കീലേ, ഈ ലോകത്ത് സത്യം മാത്രമേ നിലനിൽക്കൂ. നമ്മൾ എന്തുദ്ദേശത്തിനായാലും കള്ളം പറയാൻ പാടില്ല. ലക്ഷ്യം ശുദ്ധമായിരിക്കണം മാർഗവും എന്നാ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ ഗാന്ധിജിക്ക് എന്താ കാര്യം? വക്കീലേ, ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുമ്പോ നമ്മൾ അദ്ദേഹത്തെ മാതൃകയാക്കണ്ടേ? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നുണകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ അതൊന്നും ചെയ്യില്ല. നാളെ കളിയാക്കാണോ? അത്ര പരിശുദ്ധനാണെങ്കിലേ അത് ആദ്യമേ പറയണമായിരുന്നു. ആദ്യം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ല, അപ്പോ ഞാൻ തെറ്റിന്റെ വഴിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു മഹാത്മാവിനെ കണ്ടു. ആ മനുഷ്യനാണ് എന്റെ മനസ്സ് മാറ്റിയത്. അറിയില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഈ ജന്മത്തിൽ ഞാൻ കള്ളം പറയില്ല. കള്ളസാക്ഷി പറയാനേ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. ഞാൻ പോകുന്നു. സത്യസന്ധതായിരുന്നു. ഇനിയെങ്കിലും സത്യത്തിന്റെ മാർഗം മനസ്സിലാക്കി പ്രവർത്തിക്കുക സഹോദര. എന്തിനാ ഇങ്ങനെ നശിക്കുന്നത്? ഇതെന്താ സത്യപാല? എനിക്കറിയില്ല. രാവിലെ ഇയാളെല്ലാം സമ്മതിച്ചതാ. വിദ്യയും കേട്ടതല്ലേ? ചോദിച്ചു നോക്ക്. ഇനി എവിടെ പോയി ഞാൻ പുതിയ സാക്ഷിയെ കണ്ടുപിടിക്കും? അയ്യോ, മോഹനേട്ടൻ എത്തിയോ? ഞാൻ ചായ ഉണ്ടാക്കില്ല. മോഹനേട്ടൻ നേരത്തെയാണോ? ഞാൻ എന്നും വരുന്ന സമയത്ത് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. നീ ചായ ഉണ്ടാക്കാൻ മറന്നുപോയെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. മറന്നുപോയതൊന്നും അല്ല മോഹനേട്ടാ, ഞാൻ കുറെ നേരമായി ഫോൺ വിളി തുടങ്ങിയിട്ട്. നാളെ സദാശിവൻ ചേട്ടന്റെ കേസിൽ സാക്ഷ്യപ്പട്ടിക കൊടുക്കണം. ഇതുവരെയായിട്ട് ഒരാളായിട്ടില്ല. ഒരു കേസിന് ഒരു കള്ളസാക്ഷി പോരെ? രാവിലെ ഒരാളെ പഠിപ്പിക്കുന്നു പറഞ്ഞു കേട്ടിട്ട് അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. അയാള് കാല് വരെ കളഞ്ഞു. അയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല. ഓഹ്, എന്തായാലും ഇപ്പൊ പറഞ്ഞത് നന്നായി. കേസിന്റെ ഭാവം നടക്കുന്നതിനിടയിലാണ് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലേ കേസ് തോറ്റു തുന്നം പാടിയനെ. ഇതിപ്പോ നേരത്തെ അറിഞ്ഞുകൊണ്ട് അടുത്ത ആളെ അന്വേഷിക്കാലോ. ശരി, അതെന്താ നീ കണ്ടുപിടിച്ച സാക്ഷിക്ക് എന്ത് പറ്റി? ഞാൻ കണ്ടുപിടിച്ച ആളൊന്നും അല്ലത്. ഇങ്ങനൊരു സാക്ഷി ഉണ്ടായേ പറ്റൂന്ന് ഞാൻ സദാശിവൻ ചേട്ടനോട് പറഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞു വിട്ട ആള് തന്നെ ഇത്. രാവിലെ വിദ്യാ സത്യപാലനും കൂടി അയാളെ കേസ് ശരിക്കും പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാ. 11:30 ആയപ്പോ അയാൾ തിരിച്ചു വന്നിട്ട് പറയുകയാണ് അയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല. ആ വഴി വെച്ച് അയാൾ ഏതോ മഹാത്മാവിനെ പരിചയപ്പെട്ടു. ആ മഹാത്മാവ് അയാളോട് പറഞ്ഞെന്ന് ഒരിക്കലും തെറ്റുകൾ ചെയ്യരുത് എന്ന്. പിന്നെ അങ്ങോട്ട് ഗാന്ധിജിയെ പറ്റിയ പ്രഭാഷണം നടത്തി. ആ ഗാന്ധിജി കള്ളം പറഞ്ഞിട്ടില്ല, ലക്ഷ്യം പോലെ തന്നെ ശുദ്ധമായിരിക്കണം മാർഗമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ എന്നും പറഞ്ഞു. എന്താ പേര്? അംബുജാക്ഷൻ. സദാശിവൻ ചേട്ടന്റെ പരിചയക്കാരനാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ അയാളെ തന്നെ വിളിച്ചത്. അതിപ്പോ വെറുതെയായി. രാവിലെ ഒരു കുഴപ്പമില്ലാതെ പോയ മനുഷ്യനെ ഏതോ ഒരു ദുഷ്ടം പറഞ്ഞു തിരിച്ചതാ മോനട്ടാ. ആ മഹാത്മാവാണോ ഒരു മഹാത്മാവ്? ഓ, ആ മഹാത്മാവിനെ വില എന്റെ കിട്ടിയ ചവിട്ടി എന്റെ നട്ടിലൊടിക്കും ഞാൻ. മനുഷ്യനെ ഉപദ്രവിക്കാൻ നടക്കുന്ന ഏതോ അലവലാതെയാണെന്നുള്ള ഒരു ഉറപ്പാവണട്ടാ. ആ പൊട്ടന്റെ വാക്ക് കേട്ട് അമ്പഴേഷ് ചേട്ടന്റെ മനസ്സ് മാറി.
നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്ത് അംബുജാക്ഷൻ ചേട്ടന് നല്ലത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കൊടുത്തുള്ളൂ. എന്ത് നല്ലതെന്നാ മോഹനേട്ടാ? വേറെ ഒരു തൊഴിലില്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കാൻ നടക്കുന്ന ഏതൊരു പേരും കള്ളനാത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ. ഉഫ്, ഇത്ര തട്ടിപ്പാടുമല്ല ആളുകൾ ഇങ്ങനെ വീണു പോകുന്നതാണ് സങ്കടം. നോക്കിയോ, എന്നെങ്കിലും ആ പരമകളൻ എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അയാൾക്ക് കൊടുക്കും. നോക്കിയോ എന്ത്? ആ എന്താണ് അന്ന് കാണാം. എന്റെ ഈശ്വര, ആ പരമദുഷ്ടന്റെ തല ഇടുത്തി വീണേ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അദ്ദേഹം ഒരു പാവ മനുഷ്യനായിരിക്കില്ലേ? അദ്ദേഹം നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലോ. അല്ലേ? ആയിരിക്കില്ല. അദ്ദേഹം ഒരു പാവ നല്ല മനുഷ്യൻ. നീ വേറെ സാട്ടി കണ്ടുപിടിച്ചാൽ മതി, അതാ നല്ലത്. എന്നാലും ഇതൊന്നും പറയാൻ പാടില്ല. നീ ഒരു ചായ എടുക്ക്. നീ ഒരു ചായ എടുക്ക്. പാവം വില്ലേജ് ഓഫീസർ അറിയാതെ ചെയ്തു പോയൊരു നല്ല കാര്യം സത്യഭാമയ്ക്ക് ദോഷമായതാണ്. എന്ത് ചെയ്യാം, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. സംഭവിച്ചത് എന്താണെന്ന് സത്യഭാമ അറിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തേക്ക് വിടാം.